കുറച്ച് ആവേശമാണെങ്കിൽ ഈ വർഷം പ്രാവ്യം കൂടാണ്. ആ ലെവലാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയെന്ന്, പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് പടം ട്രാക്കിലോട്ട് കയറിയെന്ന് തന്നെ പറയാം. ട്രെയിലർ കണ്ടപ്പം കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തു സത്യം പറഞ്ഞാൽ. ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അടിപൊളി തൂക്കി അടിച്ച്. സൂപ്പറാണ്. കോമഡി കോമഡി ആണ്, എല്ലാ ഇൻഡസ്ട്രി സെൻട്രലാണ്, എല്ലാം സൂപ്പറാണ്. നല്ല പടം. ബേസിലാണ് ഹൈലൈറ്റ്. ബേസിൽ സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. രക്ഷയില്ലാത്ത മേക്കിംഗ് ബ്രോ. സൂപ്പർ പടം. കോമഡി ത്രില്ലറാണ് പടം. നമ്മുടെ പുതിയൊരു സംവിധായകനെ ചെയ്തതെന്ന് ഒരിക്കലും പറയത്തില്ല. അജാതി മേക്കിംഗ് ആണ് പടത്തിന്റെ. പിന്നെ ഷൈജു ഖാലിദിന്റെ സിനിമോട്ടോഗ്രാഫി ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും അടിപൊളി തൂക്കി അടിച്ച്. ഷൈജു ഖാലിദ് സൂപ്പറായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല മ്യൂസിക് ആയിരുന്നു. വിഷ്ണു വിജയുടെ മ്യൂസിക്കാണ്, സൂപ്പറാണ്. പിന്നെ കുറച്ചുകൂടെ ടൈറ്റ് ആവാനുണ്ട്. അതിനായിട്ട് പറഞ്ഞ പടം മോശം പറയാനൊന്നുമില്ല, നല്ല പടമാണ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. പക്ഷേ മൊത്തത്തിലൊരു പാക്കേജ് ആയിട്ട് കുറച്ച് ലൂസായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല സ്ഥലത്ത്. കാരണം ദേ കീപ് ജഗ്ലിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ആൻഡ് പ്ലോട്ട്സ്. ഒരു കോമഡി ത്രില്ലർ ടൈപ്പാണ്. കോമഡി ത്രില്ലർ ടൈപ്പാണ്. ലൈക്ക് കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ കണ്ടില്ല. ആ വേൾഡ് സെറ്റിങ്ങിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ആ വേൾഡ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പടങ്ങളാണ്, കുഴപ്പമില്ല. സൗബിൻ സാർ ഒരു രക്ഷയില്ല. സൗബിൻ്റെ വേൾഡ് ക്ലാസ്, ഇതിനുള്ളതിൽ ബെസ്റ്റ് എന്ന് പറയാം. അത്രയ്ക്ക് വേൾഡ് ക്ലാസ് ആണ്, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലെന്തി ആയിട്ട് ഫീൽ ചെയ്തു. ഒന്നും ചില കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ച് കയ്യിൽ നിന്ന് പോയെന്ന്, പക്ഷെ സെക്കൻഡ് ഹാഫ് ആണ് പടം ട്രാക്കിലോട്ട് കയറിയെന്ന് തന്നെ പറയാം. അത്യാവശ്യം സൗവിൻ്റെ പെർഫോമൻസും ബേസിലാണെങ്കിലും ചെമ്പൻ്റെ ഒക്കെ പെർഫോമൻസ് കാരണം തന്നെയാണ് അത് ഹൈലൈറ്റ് ചെയ്തത്. പക്ഷെ ഒരു ഫസ്റ്റ് ഹാഫ് എന്തൊക്കെ കുറച്ചും കൂടെ ഒന്ന് അവർ ബെറ്റർ സ്ക്രിപ്റ്റിംഗ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഫീൽ ചെയ്യാൻ തോന്നിയത്. ഓവറോൾ കുഴപ്പമില്ല. എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയെന്ന് ചോദിച്ചാൽ അത്ര ആയിട്ടില്ല, എന്നാലും ഓക്കെയാണ്. എനിക്ക് ജസ്റ്റ് കണ്ടിറങ്ങിയപ്പോൾ ഒരു ആശ്വാസമുണ്ട്. സെക്കൻഡ് പോലെ പടം കഴിഞ്ഞ കുറച്ച് ആവേശമാണെങ്കിൽ ഈ വർഷം പ്രാവ്യം കൂടാണ്. ആ ലെവലാണ് ചെയ്തിരിക്കുന്നത്. സിനിമോട്ടോഗ്രാഫി ആണെങ്കിൽ എല്ലാം ഒന്നിനൊന്നും മികച്ചത്. വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവലിൽ ഫസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കോമഡി ത്രില്ലർ അങ്ങനെയാണോ? കോമഡി ത്രില്ലർ എല്ലാം ഉണ്ട്. സൗബിനാണെങ്കിലും ചെമ്പ വിനോദാണെങ്കിലും ബേസിലാണെങ്കിലും എല്ലാവരും വേറെ ലെവൽ ആക്ടിങ് ആണ്. ഒരു നമുക്കാണെങ്കിൽ ഒരുമാതിരി ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു അവസാനം മുതൽ അവസാനം വരെ എൻഗേജിങ് ആയിരിക്കും. ഒരു രക്ഷയില്ല. അവസാനം വരെയും നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഇതും തരാതെ തന്നെ കൊണ്ടുപോയി നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ബേസ് അടിപൊളിയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷയില്ല. ആ മൂഡ് നമുക്ക് കറക്റ്റ് വരുന്നത് അതിന് നന്നായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്രയും കിട്ടുന്ന ഒരാളാണല്ലോ അത് ചെയ്തിരിക്കുന്നത്. നോർമലി ഡയറക്ഷൻ സൈഡ് ആയിരുന്നാലും ആക്ടേഴ്സ് ആയിരുന്നാലും എല്ലാം വളരെ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എൻഗേജിങ് ആയിട്ട് തോന്നിയുള്ളൂ. ഒരു ചെറിയ സർപ്രൈസ് എലമെന്റ് ഒക്കെ ഉണ്ട്, പക്ഷേ അതിനെ ലാഗടിപ്പിച്ച് നശിപ്പിച്ച പോലെ ഫീൽ ചെയ്ത്. ട്രെയിലർ കണ്ടപ്പം കുറച്ചൊക്കെ എക്സ്പെക്ട് ചെയ്തു സത്യം പറഞ്ഞാൽ. അത്രയ്ക്കങ്ങ് അല്ല. നല്ല സിനിമയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് ഡാർക്ക് കോമഡി എന്നുള്ള ജോണറിൽ നോക്കുമ്പോൾ നല്ല സിനിമയായിരുന്നു. ഒരു ഷാപ്പിന്റെ പശ്ചാത്തലം തന്നെയാണോ ട്രെയിലർ കാണുന്ന പോലെ? ആ സിനിമ ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഷാപ്പിൽ തന്നെയാണ്. പിന്നെ കുറച്ചൊക്കെ മാത്രമേ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുള്ളൂ. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. സൗബിൻ്റെ ആയാലും നമ്മുടെ ബേസിലിൻ്റെ ആയാലും നല്ല പെർഫോമൻസ് ആയിരുന്നു.